പാലക്കാട് വർഷങ്ങൾക്ക് മുമ്പ് സഖിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ പാലക്കാട് ടൗൺ ഹാളിൽ കൺവെൻഷനുണ്ട് എല്ലാ മാസവും. ആ കൺവെൻഷനിൽ ടൗൺ ഹാളിൽ നാനാജാതി മതസ്ഥർ തിങ്ങിക്കൂടുന്ന വലിയ ഒരു കൺവെൻഷൻ. ആ കൺവെൻഷനിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമാണ് പിതാവായ ദൈവം നൽകിക്കൊണ്ടിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ പളനിയിൽ നിന്ന് ഒരു വളരെ ഉന്നതനായൊരു മനുഷ്യൻ അവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പളനിയിൽ വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, എനിക്ക് പളനിയുമായിട്ട് യാതൊരു പരിചയമില്ല, എന്തുകൊണ്ടാണ് എന്നെ ഇവിടെ വന്ന് പാലക്കാട് വന്ന് പളനിക്ക് ക്ഷണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പത്രത്തിലൊരു വാർത്ത കണ്ടു, പാലക്കാട് ടൗൺ ഹാളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആ പ്രസംഗം കേൾക്കാനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം ഞങ്ങളുടെ നാട്ടിൽ നടക്കാൻ വേണ്ടി ആളെ വിളിക്കാനും വേണ്ടി ഞങ്ങൾ വന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ഏതാനും പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് ഇത്രമാത്രം താല്പര്യം? എന്തുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിലുള്ളവരും യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം തോന്നാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഫാദർ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ദൈവത്തെ കാണണം. അതിന് വിശുദ്ധി വേണം, അതിന് നല്ല തെളിമയാർന്ന തെളിനീര് പോലുള്ള ചിന്ത, തെളിനീര് പോലുള്ള മനസ്സ്, തെളിഞ്ഞ ഹൃദയം വേണം. അത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആരോ പറഞ്ഞു, നല്ല തെളിഞ്ഞ ഹൃദയം, എല്ലാ അശുദ്ധി കഴുകപ്പെട്ട നല്ല ഹൃദയം കിട്ടണമെങ്കിൽ, ദൈവത്തെ കാണാൻ വിശുദ്ധി കിട്ടാൻ, നിങ്ങൾക്ക് തെളിഞ്ഞ ഹൃദയം കിട്ടാൻ, നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാലൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏതോ ഒരു കല്ലിലോ ഏതോ ഒരു സ്ഥലത്ത് പാലൊഴിച്ചാൽ മതി, പാലഭിഷേകം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറേ പാലൊഴിച്ചു. അപ്പം പറഞ്ഞു, അദ്ദേഹത്തിന് കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം. അദ്ദേഹം 7 പശുവിനെ വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ പാലെല്ലാം കൂടി അങ്ങനെ അനേക വർഷങ്ങൾ പാലൊക്കെ ഒഴിച്ച് വിശുദ്ധിക്ക് വേണ്ടി കാത്തിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 50ഓളം വയസ്സായി. അദ്ദേഹം പറയുകയാണ്, ഞാൻ വളരുന്നതനുസരിച്ച് എൻ്റെ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ ശക്തി പ്രാപിച്ചു. ഞാൻ വളരുന്നതനുസരിച്ച് ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും സ്വഭാവങ്ങളും മോഹങ്ങളും ശക്തി പ്രാപിച്ചു. അല്ലാതെ എനിക്ക് വിശുദ്ധി കിട്ടിയില്ല, എനിക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ല. എൻ്റെ ആയുസ്, എൻ്റെ ജീവിത സ്വപ്നമായിരുന്നു ദൈവത്തെ കാണണമെന്നുള്ളത്. അങ്ങനെ ഞാൻ വിഷമിച്ചു, ഞാൻ വേദനിച്ചു, ഞാൻ കരഞ്ഞു, ഞാൻ അങ്ങനെ ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാനങ്ങനെ വലിയൊരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കോയമ്പത്തൂർ വന്ന് പൊള്ളാച്ചി വഴി പളനിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഏതാണ്ട് പാലക്കാടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ ഒരു ദർശനമുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് യേശു ക്രിസ്തുവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ കിരണങ്ങൾ ഇങ്ങനെ സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ആ കിരണങ്ങൾക്കുള്ളിലായിപ്പോയി. കുറച്ചു നേരം അങ്ങനെ കിരണങ്ങൾക്കുള്ളിലായിപ്പോയി. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സെല്ലാം ആകെ മാറി, നിരാശകളെല്ലാം നീങ്ങി, ഭാരങ്ങളും മനസ്സിൻ്റെ ആകുലങ്ങളും കഴുകപ്പെട്ടു, ഹൃദയത്തിൻ്റെ അന്തരീക്ഷമെല്ലാം മാറി. അദ്ദേഹത്തിന് കർത്താവിൽ വലിയൊരു ആനന്ദമുണ്ടായി, ദൈവവുമായൊരു ഐക്യം കിട്ടി. ഹൃദയം കർത്താവിൻ്റെ ഹൃദയമായി മാറി, കർത്താവിനോട് ഐക്യപ്പെട്ടൊരു ഹൃദയമായി മാറി. അദ്ദേഹം പിന്നീട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിച്ചു. അദ്ദേഹം യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങി, യേശു ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറി, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മാത്രം പോരാ, എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ പെങ്ങന്മാരുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എനിക്ക് ഒരുപാട് കമ്പനികളുണ്ട്, അതിൻ്റെ കമ്പനികളുടെ സ്റ്റാഫുണ്ട്. അവരെല്ലാം ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം, പാപങ്ങൾ കഴുകുന്ന ഈ യേശുവിനെ കുറിച്ച് കേൾക്കണം, വിശുദ്ധി തരുന്ന ഈ യേശുവിനെ കുറിച്ച് കേൾക്കണം, ദൈവത്തെ കാണാൻ പ്രാപ്തി തരുന്ന യേശുവിനെ കുറിച്ച് അവർ കേൾക്കണമെന്ന് പറഞ്ഞ് യേശുവിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കാമെന്ന്. ആരാണ് യേശുവിനെ പ്രസംഗിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് പത്രത്തിൽ വാർത്ത കണ്ടത്, പാലക്കാട് ടൗൺ ഹാളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്നെ വന്ന് ക്ഷണിക്കുകയാണ്. ഞാൻ അവിടെ പോയി അങ്ങോട്ട് പ്രസംഗിച്ച്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മലയാളത്തിലാണ് പ്രസംഗിച്ചത്, പക്ഷെ അവർ തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ധാരാളം പേര്, അദ്ദേഹത്തിൻ്റെ ഒരു 100-200 സ്റ്റാഫും കുടുംബം എല്ലാം വന്ന് അദ്ദേഹം ഒരു വലിയ ഒരു മാടിനെ എന്തിനു വെട്ടി ബിരിയാണിയൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്ത് ഗംഭീര ഉത്സവം പോലെയായിരുന്നു ആ ഒരു മൈതാനത്തുള്ള ഈ സ്റ്റാഫിന് വേണ്ടിയുള്ള ഈ പൊതു ശുശ്രൂഷ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. 50 വയസ്സ് വരെ വിശുദ്ധിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നു. 50 വയസ്സ് വരെ ആത്മാർത്ഥമായി ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കണ്ട് ദൈവം സ്വർഗത്തിൽ നേരിട്ട് കരുണ കാണിച്ചു. യേശുക്രിസ്തുവിനെ അദ്ദേഹത്തിന് സ്വർഗം നേരിട്ട് പരിചയപ്പെടുത്തി. അദ്ദേഹം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം സാക്ഷാത്കൃതമായി. അദ്ദേഹത്തിന് വിശുദ്ധി ലഭിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. No one comes to my Father except through me. എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിനെ സമീപിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈശോ മിശിഹ പഠിപ്പിച്ചതാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു? നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാനും നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് എത്താനും ആഗ്രഹമുള്ളവരെല്ലാം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പാപങ്ങളെല്ലാം നിർത്തുന്നു, മദ്യപാനമുള്ളവർ മദ്യപാനം നിർത്തുന്നു, അതുപോലെ നല്ല ജീവിതം നയിക്കുന്നു, നല്ല സ്വഭാവം കാണിക്കുന്നു, സൽകൃത്യങ്ങൾ ചെയ്യുന്നു. ഈ സൽകൃത്യങ്ങളൊന്നും സ്വർഗത്തിൽ എത്തിക്കുകയില്ല. സൽസ്വഭാവം കൊണ്ടും സൽകൃത്യം കൊണ്ടും നേടിയെടുക്കാവുന്ന ഒന്നല്ല സ്വർഗരാജ്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ നല്ല സ്വഭാവം കാണിച്ചും ഈ ഭൂമിയിൽ നമ്മൾ മാന്യമായി ജീവിച്ചതും നമ്മുടെ മാന്യത കൊണ്ടും ജെന്റിൽനെസ് കൊണ്ട് നല്ല ജെന്റിലായി ജീവിക്കുന്നവരെല്ലാം സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കരുത്. യേശു ക്രിസ്തു, പിതാവിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു അസന്നിഗ്ധമായി പഠിപ്പിച്ചിരിക്കുന്ന വചനഭാഗമാണ് യോഹന്നാൻ 14:6. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. No one comes to the Father except through me. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരും. ആരും. എത്ര നല്ല സൽസ്വഭാവി ആയിക്കോട്ടെ, എത്ര പുണ്യം ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, എത്രമാത്രം മണിക്കൂറുകൾ തപസ് ചെയ്യുന്ന തപസ്സിൻ്റെ ഉഗ്രകോടിയിലെത്തിയ താപസനായിക്കൊള്ളട്ടെ, എത്രമാത്രം ഉപവാസവും ത്യാഗവും എത്രമാത്രം പരിത്യാഗവും അനുഷ്ഠിക്കുന്നൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, പരിത്യാഗം കൊണ്ടും തപസ് കൊണ്ടും ഉഗ്ര തപസ് കൊണ്ടൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേടിയെടുക്കാവുന്ന ഒന്നല്ല സ്വർഗരാജ്യം. പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി യേശു മാത്രമാണ്. യേശു മാത്രമാണ്. യേശു മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പഠിപ്പിച്ചതും യേശു തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം അതിൽ 7-ാം തിരുലിഖിതം കർത്താവ് പറയുകയാണ്, ഞാനാണ് വാതിൽ. ഐ ആം ദ ഡോർ. ഞാനാണ് ആടുകളുടെ വാതിൽ. യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. നിങ്ങളിന്ന് പാവന കണ്ടു നോക്കിക്കേ. നോഹയുടെ പേടകം. ആ പേടകത്തിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിൽ മാത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിൽ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിൽ മാത്രമേ ഉള്ളൂ. അത് സൽക്കർമ്മങ്ങളല്ല, അത് സൽസ്വഭാവമല്ല, അത് നല്ല ജീവിതമല്ല. ആ ഒറ്റ വാതിലിൻ്റെ പേരാണ് യേശു.